നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒരു ഓഡിൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. സാംസങ്ങിൻ്റെ ഏകദേശം എല്ലാ ഫോണുകളും നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനും TWRP ഇൻസ്റ്റാൾ ചെയ്യാനും കേർണൽ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഓഡിൻ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓഡിൻ സോഫ്റ്റ്വെയർ എങ്ങനെയാണ്? ഓഡിൻ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ബ്രൗസർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് അവിടെ ഓഡിൻ സോഫ്റ്റ്വെയർ ടൈപ്പ് ചെയ്ത ശേഷം ആൻഡ്രോയിഡ് MTK എന്നുകൂടി ടൈപ്പ് ചെയ്യുക. ആൻഡ്രോയിഡ് MTK എന്നുകൂടി ടൈപ്പ് ചെയ്യുക. അത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് MTKയിലെ ഏറ്റവും ആ സൈറ്റിൽ ഓഡിൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ആൻഡ്രോയിഡ് MTKയിൽ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനൊക്കെ നമുക്ക് ഏറ്റവും സേഫായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിൻ വേർഷൻ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 3.14.4 എന്ന് പറഞ്ഞ ഒരു വേർഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഓഡിൻ വേർഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിപ്പ് ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ മിറർ 1, 2 ഇതിലേതെങ്കിലും ഒന്ന് മിറർ 1 തന്നെ മീഡിയ ഫയറിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് എന്ന് 4.3 MB ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഫോൾഡറിലേക്ക് പോകുക. ഈ ഒരു ഫോൾഡർ ഞാനിപ്പോൾ ഈസിയായിട്ട് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോൾഡർ ആ ഒരു ലൊക്കേഷൻ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഞാൻ ഇതിൽ ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റിയ ശേഷം അതിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓഡിയോൻ്റെ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് എക്സ്ട്രാക്റ്റ് ഫയൽ. ജസ്റ്റ് അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ആപ്ലിക്കേഷൻ ഫയൽ അല്ലെങ്കിൽ ഒരു exe ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഓഡിയോ 3.3 ഈ ഒരു ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിന് എന്തെങ്കിലും സാംസങ് മൊബൈലിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇതുവഴി ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണിത്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണെങ്കിൽ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഈ ഒരു ഓഡിൻ സോഫ്റ്റ്വെയർ വഴി എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതിനെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ മൊബൈൽ സംബന്ധമായിട്ടുള്ള അറിവുകൾക്കായി ഈ ഒരു ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടുതൽ കാര്യങ്ങളെല്ലാം വരുന്നതിനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഓക്കെ.